ഞങ്ങൾ ഇപ്പോൾ അമരാവതി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്പൈസ് ഗാർഡനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹോം സ്റ്റേയുടെ ചേട്ടൻ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് പ്രവേശനമൊക്കെ അനുവദിച്ച് വന്നിരിക്കുകയാണ്. ടിക്കറ്റ് വേണ്ടാതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉണ്ടാകുന്നത്. ഞാൻ പറയാൻ കാര്യം ഇവിടുന്ന് കുറേ ചെടികളൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ അത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിളിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് എല്ലാ ചെടിയും നല്ല, പ്രത്യേകിച്ച് ഏലം, പിന്നെ പൂക്കള ചെടികൾ. ഏലത്തിനൊക്കെ നല്ല തണുപ്പിൻ്റെ കാലാവസ്ഥ 18 ഡിഗ്രി മുതൽ 28 ഡിഗ്രി. പിന്നെ 2 മണ്ണിൻ്റെ അകത്ത് മണലിൻ്റെ അംശം കാണരുത്. അവിടെ മണലിൻ്റെ അംശമുണ്ട്. അപ്പം പെട്ടെന്ന് മണ്ണ് സെറ്റായി പോകും. ഇവിടെ തന്നെ സെറ്റായി പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ഒരു കൃഷി ഈ ടൂറും ഉള്ളത്. ഓക്കെ, എനിക്കാണ് പട്ടമരം. പട്ട അറിയാലോ? ഇത് 2 ടൈപ്പ് സ്കിന്നാണ് ഉള്ളത്. ഉള്ളിലുള്ള സ്കിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക. ഉള്ളിലുള്ള സ്കിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ റോള് പോലെ വരും. ഇത് ഡയറക്റ്റ് കട്ട് ചെയ്യുമ്പോഴാണ് സ്കെയിൽ പോലെ നേരെ വരും. ഇതിന് മേലത്തെ ലീഫാണ് ബേ ലീഫ് എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നത്. ബേ ലീഫ് കേട്ടിട്ടില്ലേ? അത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. സാറേ, പിന്നെ നമുക്ക് കിട്ടുന്ന ഏലക്ക, കുരുമുളക്, പട്ട, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അറിയാം, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റിന്റെ പേര് കാസിയാണ്. കാസി എവിടെ നിന്നാണ് വരുന്നത് അറിയാം? ചൈന, വിയറ്റ്നാം. പക്ഷെ ഇത് ഓൾറെഡി ഇന്ത്യ ബാൻ ചെയ്തിരിക്കുക. പക്ഷെ ചൈനക്കാരിത് ശ്രീലങ്കയ്ക്കുണ്ട്. അവിടെ നിന്നാണ് ഇന്ത്യക്കകത്ത് വരും. പക്ഷെ കാസിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇരുവിഷം ഉണ്ടാക്കാനും അഗർബത്തിക്കകത്ത് അടങ്ങുന്ന സാധനമാണ്. അതാണ് പട്ടയെന്ന് പറഞ്ഞത്. നമ്മൾ മേടിക്കാൻ നേരം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. അതിന് ഹിന്ദിക്കാർ പറയുന്നത് കറക്റ്റാണ്, ദാൽച്ചീനി എന്നാണ്. അതായത് ഫസ്റ്റ് മധുരം പറഞ്ഞു, അത് കഴിഞ്ഞ് സ്പൈസി പറഞ്ഞു, ഫസ്റ്റ് എരിവ വരുന്നെങ്കിൽ അത് കാസിയായിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പ്ലാന്റ് കഴിച്ചത് ഇതാണ് ലേഡീസ് ഷൂ ഫ്ലവർ. എടാ, ലേഡീസിന്റെ ഷൂ പോലെയാണോ? നോക്കിയേ, ആണോ? കറക്റ്റ് അറിയോ? ചെരുപ്പ് പോലല്ലേ? അടിപൊളിയാണ്. ഇത് ജസ്റ്റ് ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടിടാൻ കേട്ടോ. 38 ഡിഗ്രി വരെ ടെമ്പറേച്ചർ വരും. ഇതിന്റെ ബർത്ത് പ്ലേസ് മൈസൂരാണ്. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട്, ഇത് അവിടെ അതിൽ കൂടുതൽ ചൂടൊന്നും വരത്തില്ലല്ലോ. കോട്ടയത്തൊക്കെ നമുക്ക് വീട്ടിൽ മുറ്റത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങൾ കോട്ടയത്തുള്ളൊരു പ്ലാന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. കൊക്കോ അറിയാലോ? പിന്നെ നമ്മുടെ വീട്ടിലുണ്ട്. ഉണ്ട്. കൊക്കോയുടെ ജന്മദേശം എവിടെയാണെന്നറിയോ? അറിയില്ല. മെക്സിക്കോ. കൊക്കോയുടെ സയന്റിഫിക്കൽ പേരെന്താണെന്നറിയോ? തിയോബ്രാമ കക്കാവ്. തിയോളജി ആർക്കുള്ള പഠിത്തം? ദൈവിക ശാസ്ത്രമുള്ള, ഗോഡ്സിനുള്ള. അപ്പോൾ ഫുഡ് ഓഫ് ഗോഡ് എന്നാണ് കൊക്കോയ്ക്ക് പറയുന്നത്. ഇതിന് ഹിസ്റ്ററി ഉണ്ട്. പണ്ട് മെക്സിക്കോയിൽ 100 കൊക്കോ സീഡ് കൊടുത്താൽ ഒരു അടിമയെ കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒത്തിരി അറിയത്തില്ല. കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ സീഡ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ വെയിലിട്ട് ഉണക്കുന്നു, അതിന് ഡ്രൈ ഫ്രൈ ചെയ്യുന്നു, മേളിലുള്ള സ്കിന്ന് റിമൂവ് ആകുന്നു, പിന്നെ അതിനൊരു 65 ഡിഗ്രി ടെമ്പറേച്ചറിലിടുന്നു. പഞ്ച് മെഷീനിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കൊക്കോ ബട്ടർ വരും. ആ കൊക്കോ ബട്ടറാണ് ഈ സിൽക്കി ചോക്ലേറ്റ് ഒക്കെ വരത്തില്ലേ, അത് യൂസ് ചെയ്യുന്നത്. എനർജി ഡ്രിങ്ക് ഗ്യാസാണ്. അത് കഴിഞ്ഞിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോറിൻ കൺട്രിയിലുള്ള ആൾക്കാർ ചോക്ലേറ്റ് യൂസ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനുശേഷം നമ്മുടെ ഹാപ്പി ഹോർമോൺ ആക്ടിവേഷനാണ്. അതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് കൊക്കോ. അതുപോലെ ചോക്ലേറ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അറിയോ? ഒറിജിനൽ ചോക്ലേറ്റ് ഒരിക്കലും സ്വീറ്റ് അല്ലായിരിക്കും, കയ്പായിരിക്കും. ഡാർക്ക് ചോക്ലേറ്റ് 2 കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചാൽ 2 മിനിറ്റിൽ മെൽറ്റ് ആയെങ്കിൽ അതാണ് ഒറിജിനൽ. അത് മെൽറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ അകത്തും ഡ്യൂപ്ലിക്കേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഗം ആഡ് ചെയ്യും, വെജിറ്റബിൾ ഗംസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യും. ഞാനൊരു മലയാളി ആയതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈ ആയുർവേദത്തിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ? മദർ ഓഫ് ആയുർവേദ. ആയുർവേദത്തിലെ മമ്മി ആരാന്നറിയോ? തുളസി. അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും ഈ തുളസി വെക്കുന്നത്. ഈ തുളസി എന്തിനാണ് വീട്ടിൽ വെക്കുന്നറിയോ? ശുദ്ധ ഓക്സിജൻ കിട്ടും. അത് എല്ലാവരും ഈസ്റ്റ് കോണറിലാണ് വെക്കുന്നത്. കാരണം വെച്ചാൽ സൺറൈസ് വരുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. കേരളത്തിൽ എത്ര ടൈപ്പ് തുളസിയാണെന്നറിയോ? ഇവിടെ രാം തുളസി, ശ്യാം തുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി, പൂച്ച തുളസി, സ്റ്റീവിയ തുളസി, പെപ്പർമെന്റ് തുളസി, ശിവ തുളസി, ലെമൺ തുളസി, ഇന്ദിര തുളസി, ബ്ലാക്ക് തുളസി. ഇവിടെ 11 വെറൈറ്റി ഉണ്ട്. ഈ മെഡിസിനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വെവ്വേറെ തുളസിയിലാണ് ആഡ് ചെയ്ത് വരുന്നത്. അത് ഉണങ്ങിപ്പോയി. അതാണ് കൃഷ്ണ തുളസി എന്ന് പറയുന്നത്. വീട്ടിലൊക്കെ നിൽക്കത്തില്ല.
ഇതൊരു കൂടുതലും ആൾക്കാർ പൂജ പർപ്പസിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഏറ്റവും നല്ല ഗുണമുള്ള തുളസിയാണ്. അതിന്റെ ഇലയാണോ ഇച്ചിരി ഒരു പർപ്പിൾ കളർ? ആ പർപ്പിൾ കളർ. ഈ നിൽക്കുന്നതാണ് പൂച്ച തുളസി. അതിന്റെ പേരെങ്ങനെ വരാൻ കാര്യം എന്താണെന്ന്? പൂച്ചയുടെ മീശ പോലെ. പൂച്ചയുടെ മീശ പോലെ ഇതല്ലോ. ഇതാണ് ഏറ്റവും കൂടുതൽ സൈനസിന്റെ മെഡിസിൻ ആഡ് ചെയ്യുന്നത്. ഈ നസൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും. അതിനകത്തുള്ള സംഭവമാണ് ഈ. ഇതാണ് കർപ്പൂര തുളസി. വേണോ? ഇതിന്റെ സ്മെല്ല് ഇത് കർപ്പൂരത്തിന്റെ സ്മെല്ല് വരും. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ്റെ മെഡിസിൻ ഉണ്ട്. ഹാഫ് ഹെഡ് ഏക്ക് അതിൻ്റെ അകത്ത് വരുന്ന മെഡിസിനിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എനിക്ക്. നെക്സ്റ്റ് ആ നിൽക്കുന്നതാണ് കായം. കായച്ചെടി അല്ലേ? കായത്തിൻ്റെ ജനറേഷൻ നമ്മുടെ ഇവിടെയല്ല, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. ഈ കായം വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊരു പൊട്ടും, ഒരു ഗം പോലെ വരും. അത് ഉണക്കിയിട്ട് കായം വരും. ശരിക്കും പറഞ്ഞാൽ അവരെ പറയുന്ന കബൂളിവാലാണ്. അവരിത് കൽക്കട്ടയിൽ കൊണ്ടുവരും. അവിടുന്ന് പകുതി മൈദ ആയിട്ട് അടുത്ത സ്ഥലത്ത് പോയി ലാസ്റ്റ് നമ്മുടെ മൈദ അല്ലെങ്കിൽ ആട്ട നമ്മൾ കായം മേടിക്കുമ്പോൾ അതിൻ്റെ ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ പറ്റില്ല, അത്ര ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 80% മൈദ അല്ലെങ്കിൽ ആട്ട. കുറച്ച് കായം എന്ന് പറഞ്ഞാൽ പ്യൂർ വൈറ്റ് മിൽക്ക് പൗഡർ പോലെ. അത് മാരേജ് ഫംഗ്ഷനിലാക്കാണ് അവർ ഇച്ചിരി ഇട്ടാണ്. ഇത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ പേര് എന്താ പറയുക? യെസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ മാജിക് ജാസ്മിൻ. ഇതിന് പ്രത്യേകം എന്താണെന്ന് അറിയോ? ആദ്യത്തെ ദിവസം നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറായിരിക്കും, ഫുൾ ബ്ലൂ ആയിരിക്കും. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയി. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഫുള്ള് വൈറ്റ് ആവും. അങ്ങനെ 3 കളറിൽ. ആ ചെറിയ തുളസി ഇച്ചിരിയേ ഉള്ളൂ, ബാക്കി ഉണങ്ങിപ്പോയി. അതായിരുന്നു സ്റ്റീവിയ തുളസി. കേട്ടോ? സ്റ്റീവിയ കേട്ടിട്ടുണ്ടോ? ഓ ഇല്ല, നമ്മൾ ഈ കൃഷ്ണ തുളസി ഉള്ളൂ. അതേ കേട്ടിട്ടുള്ളൂ. ഇത് സ്റ്റീവിയുടെ പ്രത്യേകത എന്തെന്നറിയാം മേഡം? 10 കപ്പ് ചായയിലോട്ട് 2 ലീഫ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിരിക്കും, മധുരമായിരിക്കും. അതായത് ഡയബറ്റീസ് പേഷ്യന്റ് ഷുഗർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ബദലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റീവിയ. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചെന്താണെന്നറിയോ? നമ്മളെ ക്രിയേറ്റ് ചെയ്ത ദൈവം എത്ര അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അറിയാമായിരുന്ന ഡയബറ്റീസ് പേഷ്യന്റ് വരുമെന്നും അവർക്ക് ഷുഗർ കഴിക്കണമെന്ന് ആഗ്രഹം വരുന്നു. അപ്പൊ അതിന് ബദലായിട്ട് നമുക്ക് കൊണ്ടുവന്ന സാധനമാണ് ഈ ഇരിക്കുന്ന സ്റ്റീവിയ. അത് കുരുമുളക്. സ്റ്റീവിയ പോയല്ലോ. ഇതിനെ സംരക്ഷിക്കാനുള്ള അപ്പുറത്തേക്ക് നിൽപ്പുണ്ട്. നമ്മളത് അങ്ങനെ അവിടെ ഇതൊരു ഇച്ചിരി വെയിൽ കൂടി കഴിഞ്ഞാൽ പോവുക. ഇതാണ് തിപ്പലി. തിപ്പലി കേട്ടിട്ടുണ്ടോ? തിപ്പലി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. തിപ്പലിക്ക് പണ്ടുള്ള ആൾക്കാരും ആയുർവേദത്തിൽ നമ്മൾ പറയുന്നത് ത്രികടു എന്നാണ്. ത്രികടു എന്ന് പറയാൻ എന്തൊക്കെയാണെന്നറിയോ? തിപ്പലി, ചുക്ക്, കുരുമുളക്, ഇത് 3ഉം പൗഡർ ചെയ്തിട്ട് ഇച്ചിരി കരിപ്പട്ടിയും കൂടെ ആഡ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമ പോകും. എത്ര ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഈ 4 സാധനമായിട്ട് നല്ലതാണ്. തിപ്പലിയും ചുക്കും കുരുമുളകും കരിപ്പട്ടിയും. പറയാൻ കാര്യം ഇങ്ങനെയുള്ള ടെക്നിക്ക് മെഡിസിനൊക്കെ പഠിച്ചു നോക്കുകയാണെങ്കിൽ പിള്ളേരൊക്കെ കുഞ്ഞല്ലേ, ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് മെഡിസിനകത്ത് കുറച്ച് അവോയ്ഡ് ചെയ്യാം. ഇരിക്കുന്നതാണ് പനിക്കൂർക്ക. നമ്മുടെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ. പനിക്കൂർക്കയുണ്ട്, ചുമക്കൂർക്കയുണ്ട്, കൂർക്കയുണ്ട്, ഇരുവേലിയുണ്ട്. 4 ഇതുണ്ടോ? ഇതിൻ്റെ ഇല വേറെ, അതിൻ്റെ ഇല വേറെ. വേറൊരു ടൈപ്പ് ഉണ്ട് ഈ സൈഡിൽ കൂടെ ഒരു വെള്ള കളർ പോലെ വരുന്നത് കൂർക്കയുണ്ട്. അത് ഞാൻ പറയാം, ചെടിയിലായിരിക്കും വരുന്നത്. ചെടിയിൽ. ഇതിനെങ്ങനെ പനിക്കൂർക്ക എന്നുള്ള പേര് വന്നറിയോ? ഞങ്ങൾ പനി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മേലെ കൂടെ കമ്പിളി ഇട്ടിട്ട് ആവി പിടിക്കും. ഈ ആവി പിടിച്ച് കഴിഞ്ഞാൽ കഫം ഫുള്ളായിട്ട് ഇളകി വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുക്ക് കാപ്പി ഉണ്ടാക്കും. നിങ്ങളുടെ അവിടെ അങ്ങനെയാണെന്ന് അറിയത്തില്ല. അറബിക്ക കോഫി എടുക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് കോഫി റെഡി ആക്കിയിട്ട് കരിപ്പട്ടി ആയിരിക്കും. എന്നിട്ട് ചുക്കും കുരുമുളകും ജീരകവും ഇത് 3ഉം ഇട്ടിട്ട് കോഫി ഉണ്ടാക്കും. ഒരൊറ്റ ഗ്ലാസ് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് വീർക്കും. വീർത്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ പനി വിട്ടു. അതാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ്. ഇതാണ് നീലക്കുടുവേലി. കേട്ടോ? അത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മറ്റേ ഇവിടെ മൂന്നാറുള്ള സാധനം അതാണോ? അതല്ല, അത് നീലക്കുറിഞ്ഞി. കുറിഞ്ഞ. നീലക്കുടുവേലിക്ക് നിങ്ങളുടെ അവിടെയൊക്കെ ആയിട്ട് ഒത്തിരി അന്ധവിശ്വാസ കഥകളൊക്കെ വരുന്നുണ്ട്. മീനച്ചിലാറിന്റെ സൈഡിലുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ
ഒരുപാട് പവർ ഉണ്ടാകുന്നു. ഇതിൻ്റെ വേര് കൊണ്ട് എന്താ പറയുന്നത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാകുന്നു. അത് ഉപ്പൻ്റെ കൂടെ ഉണ്ടാക്കാൻ അതിൻ്റെ അകത്ത് വെക്കുന്നൊക്കെ പറയും. ഇതൊക്കെ വെറുതെ ഒരു ഇതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷെ ശരിക്കും പറയാം അത് പൈൽസിന്റെ മെഡിസിൻ അതൊരു ഇൻഗ്രീഡിയൻ്റ് എന്നേ ഉള്ളൂ. അതെ, നീലക്കുടിവേലി എന്ന് പറയും. അതിന്റെ വേറെ എടുക്കുന്നത് ചെത്തിക്കുടിവേലിയുണ്ട്, വെള്ളക്കുടിവേലിയുണ്ട്. ഈ നീലക്കൊടുവേലി പൂത്തു എന്ന് പറയുന്ന പാട്ടില്ലേ? ഉണ്ട്. അത് മൂന്നാറിന് മറ്റേതിനെ കുറിച്ചല്ലേ? അത് നീലക്കുറിഞ്ഞിയ. പക്ഷെ പാട്ടിന്റെ നീലക്കൊടുവേലി പൂത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആഡിറ്റ് സിനിമ ഉണ്ട് നോക്കാം. അതിൻ്റെ അകത്തുകൊണ്ട് ഈ നീലക്കുടിവേലിയെ കുറിച്ച് കുറച്ചുണ്ട് ക്രിയേറ്റ് ചെയ്തത്. മനിയുടെ കുരുമുളക് വീട്ടിലുണ്ടല്ലോ. ഉണ്ട്. ഞങ്ങളെ മറ്റേ പഠിക്കുന്നു കേട്ടില്ല. മറ്റേ സ്പൈസസിന്റെ രാജാവാരെന്നറിയോ? സ്പൈസസിന്റെ രാജാവെന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പൊ രാജ്ഞി ആരാന്നറിയോ? ഏലക്ക. ഓർത്തിട്ടുണ്ട്, ഇതൊക്കെ GK ക്വസ്റ്റ്യൻ വരും. അപ്പൊ രാജകുമാരൻ ആരാന്നറിയോ? വാനില അറിയാലോ, ഐസ്ക്രീം. ഇത് സാറെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങളുടെ ഇവിടെ ഒരു 16 സൈസ് കുരുമുളകുണ്ട്. ഇവിടെ പല ടൈപ്പ് ഉണ്ട്. കരിമ്പിണ്ടയുണ്ട്, തേവനുണ്ട്, പന്നീർ വണ്ണുണ്ട്, ജീരമുണ്ടിയുണ്ട്, പന്നീർ 126 ഉണ്ട്. പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇത് ചെറുതിലെ എടുത്ത് ഇലക്ട്രിക് മെഷീൻ്റെ അകത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഗ്രീൻ പെപ്പറായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് സ്കിന്ന് റിമൂവ് ചെയ്താൽ വൈറ്റ് പെപ്പറായിട്ട് പോകും. ഡയറക്റ്റ് ഉണക്കുമ്പോഴാണ് ബ്ലാക്ക് പെപ്പറായിട്ട് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? ബ്ലാക്ക് പെപ്പർ. ഈ ബ്ലാക്ക് പെപ്പർ നമ്മൾ കടയിൽ നിന്നാണ് മേടിക്കുന്നെങ്കിൽ എപ്പോഴും ചെറുതേ മേടിക്കണം, വലുത് മേടിക്കണം. കാരണം നമ്മുടെ ഇന്ത്യയിലെ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിരിക്കും, വിയറ്റ്നാമിന്റെ വലുതായിരിക്കും. പക്ഷെ അതിന് ടേസ്റ്റ് ഗുണമൊന്നുമില്ല. ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെയാണ്, ചെറുതാണ്. ഓക്കെ, അവൻ 8ാം ക്ലാസ്സിലായതുള്ളൂ, അതുകൊണ്ട് ഇനി ഹിസ്റ്ററി വരുന്നില്ല. 10ാം ക്ലാസ്സിലാകുമ്പോൾ വരുന്നൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. 1498 ബാസ്കോഡിഗാമ എന്ന് പറഞ്ഞ ആള് നമ്മുടെ കേരളത്തിൽ വന്നു. അദ്ദേഹം കാലിക്കറ്റിലാണ് വന്നത്. അത് എന്തിനാ വന്നതെന്നറിയോ? ഈ സ്പൈസസ് മേടിക്കണം. സാർ അറിയാലോ, അദ്ദേഹത്തിന്റെ ഷിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്പൈസ് റൂട്ട് എന്ന്. അദ്ദേഹത്തിന് ഓൾറെഡി സ്പൈസസ് മേടിക്കും. പക്ഷെ അതേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഏകദേശം 100 വയസ്സ് ഏജിന് മേളിലുണ്ട്. പണ്ടത്തെ നമ്മുടെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ പിതാക്കന്മാരെ നോക്കുകയാണെങ്കിൽ 100 മേളിൽ പോകും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ എരിവ് കഴിക്കും. ആ എരിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുമുളക്. അപ്പൊ അദ്ദേഹമാണ് ഈ വത്തൽമുളക് ഇവിടെ കൊണ്ടുവന്നത്. നമ്മുടെ ഇന്ത്യയുടെ അല്ല വത്തൽമുളക്. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കഴിപ്പിച്ച് പഠിപ്പിച്ചിട്ട് അവർ കുരുമുളകായിട്ട് പോയി. ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫോറിൻ കൺട്രിയിലുള്ള ആൾക്കാർ കുരുമുളക് അല്ല വത്തൽമുളക് കഴിക്കത്തില്ല. അപ്പൊ അത് കഴിച്ചുകൊണ്ട് എന്താ ഗുണം? ഒരു ഗുണമില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ പതുക്കെ വത്തലമുളകിനെ അവോയ്ഡ് ചെയ്യുന്നത് കുരുമുളക് യൂസ് ചെയ്യാമെങ്കിൽ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ ഏറ്റവും നല്ല സാധനമാണ് കുരുമുളക്. ഇതാണ് ഇത് നിങ്ങളുടെ റബ്ബർ തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ കാണും. പക്ഷെ ഇതിന്റെ ഗുണം ആർക്കും അറിയത്തില്ല. നല്ല മുറിവ് വന്നാലും ഉണ്ടല്ലോ, ഇതിനെടുത്തേച്ച് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞേച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്നിട്ട് പേർക്ക് മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്ക് ബെറ്റാഡിൻ തൂക്കുക, ഒരാൾക്ക് മുറിവ് ഇട്ട് തൂക്കുക. 6 ഫസ്റ്റ് കരിയെന്ന് നോക്കാം. ഫസ്റ്റ് ഇതേ കരുതോ, അത്ര പവറാണ്. സാറ് മലേറിയ അല്ലെ മലമ്പനി എന്ന് പറയുന്ന അസുഖം. മലേറിയ അല്ല, മലമ്പനി, വസൂരിപ്പനി. പണ്ടത്തെ അത് ഇപ്പോഴൊന്നും അല്ല. പണ്ട് കാലങ്ങളിൽ വസൂരിപ്പനി വന്നാൽ ഭയങ്കര ഡേഞ്ചറായിരുന്നു. അവരെ ചാരത്തിന്റെ അകത്ത് കൊണ്ടിടുകയും ചിലപ്പോൾ അവരെ ഉപേക്ഷിക്കും. കാരണം ദേഹം മൊത്തം വ്രണമാവും. ഈ വ്രണം വരുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണ് ആ റെഡ് കളർ പൂവുണ്ടോ, അതിന്റെ പേരാണ് കൊയ്ന. ഇതുണ്ടോ, കൊയ്ന എന്ന് പറയുന്ന പ്ലാന്റ് ഇപ്പൊ കാണാനേ ഇല്ല. ഒരു കൊയ്ന തോട്ടം വരെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇലക്കകത്ത് വെള്ളം തിളപ്പിച്ച് കുളിപ്പിച്ചാണ് അവരുടെ മുറിവ് കരിച്ചത്. ആ സാധനമാണ് ആ നിൽക്കുന്ന കൊയ്ന. ഇതൊക്കെ ഈ ഒരെണ്ണേ ഉള്ളോ ഇവിടെ? അല്ലല്ല, ഞാൻ നിങ്ങൾ ഓരോന്നോരോന്ന് ഇട്ടിട്ട് കാണിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ ഇതിന്റെ ഇറച്ചി ഞാൻ കാണിച്ചു തരാം. അതുപോലെ ആ നിൽക്കുന്നതാണ് കുന്തിരിക്കം. നേരെ കുന്തിരിക്കൻ ട്രീ എഴുതിയിരിക്കും. ഇനി നമ്മുടെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വില വരുന്ന ഒരു പ്ലാന്റ് കാണിച്ചു തരാം. ഈ നിൽക്കുന്ന ഊത് അത്ര ഉണ്ടാകും അല്ലേ? ഈ ഊതിന് 1 ഗ്രാമിന് നല്ലതാണ് 500 രൂപ മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. അത്ര ഉണ്ടാകും. പെർഫ്യൂംസ് ഇത് ഏറ്റവും കൂടുതൽ ഇവർ തന്നെ യൂസ് ചെയ്യുന്നത്. ഇവര് കുളി കഴിഞ്ഞിട്ട് അത് വേണ്ടുള്ളൂ. കുളി കഴിഞ്ഞിട്ട് ഏറ്റവും റൂമിൽ പോയിട്ട് പോയിക്കും ബോഡി ഫുള്ളായിട്ട് സ്മെല്ല് കയറും. ഒറ്റ പ്രാവശ്യം ചെയ്ത 7 ദിവസം വരെ സ്മെല്ല് നിൽക്കും. അത്ര പവറായില്ലേ ഇതിന്. ഇതിന്റെ എന്നാ എടുക്കുന്നത്? തടി. ഇപ്പൊ സാറൊക്കെ ഇതിലെ ക്രിസ്ത്യനാണോ ഹിന്ദുവിലാണോ ഇതിലാണ് നിൽക്കുന്നത്? ക്രിസ്ത്യൻ. അപ്പൊ ഞാൻ ക്രിസ്ത്യൻ ഹിസ്റ്ററി പറഞ്ഞുതരാം. യേശുക്രിസ്തു ജനിക്കുമ്പോൾ രാജാക്കന്മാർ പോയിട്ട് അവരുടെ കയ്യിൽ കാണാൻ പോയപ്പോൾ 3 സാധനങ്ങളുണ്ടായിരുന്നു. എന്നാ പറയും? മൂറും കുന്തിരിക്കം. കുന്തിരിക്കം
പൊന്ന് ശരിയല്ലേ? അത് കുന്തിരിക്കുക, അത് മേരി ഇത് 100. അത് ഓക്കെ. ഇനി ഗോൾഡും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ആവും. അതാണ് ഊതുന്ന സ്മെല്ലല്ല, നമ്മുടെ മൂറാനല്ലേ മീറ എന്ന് പറയും, മൂറെന്ന് പറയും. അത് ഹീബ്രു ലാംഗ്വേജാണ്, അതിലാണ് അങ്ങനെ വരുന്നത്. മൂറാൻ. അതുപോലെ ഈ ഇരിക്കുന്നതാണ് കറവേങ്ങ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറ വരും. അതിന് ഇംഗ്ലീഷിൽ കിനോ എന്ന് പറയും. ഈ കിനോ ഇൻഗ്രീഡിയൻ്റ് ആണ് മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് അൺവാണ്ടഡ് ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും, ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ആയുർവേദത്തിൽ. അതുപോലെ പണ്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്ട് എടുത്തിട്ട് ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് രാവിലെ വെള്ളം കുടിക്കും. പക്ഷേ ഡയബറ്റീസിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കറവേങ്ങ. പുളി അറിയാലോ? പുളി അറിയാം. ഇതിലൊരു മെഡിസിൻ പറയാമോ? ഇതിന് ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് സീനിയർ സിറ്റിസൺ എന്നാണ് പറയുന്നത്. എന്താ കാരണം? പുള്ളിയുടെ ഇല എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ചെറു ചൂടിലൊന്ന് കുളിച്ച് നോക്കി നമ്മളൊരു 3 പ്രാവശ്യം ബോഡി മസാജ് ചെയ്തില്ല, ആ എഫക്റ്റ് കിട്ടും. ആ ബോഡി നല്ല ഫ്രഷ് ആവും. എസ്പെഷ്യലി ഇടുക്കി ജില്ലയിൽ, അവിടെ എങ്ങനെയാണെന്ന് കരുതില്ല, ഇടുക്കി ജില്ലയിൽ ഈ ലേഡീസൊക്കെ ഡെലിവറി ആകുമ്പോൾ ഞങ്ങൾ 3 മരത്തിൻ്റെ ഇല ഇട്ട് 5 ദിവസം കുളിപ്പിക്കും. അത് ഏതൊക്കെയാണെന്നറിയും? ഒന്ന് പുള്ളിയുടെ ഇല, യൂക്കാലി, 3 വേപ്പല. ഈ 3ന്റെ ഗുണം പറഞ്ഞുതരാം. പുള്ളിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ ബോഡി ടയർനെസ് പോകും, യൂക്കാലിപ്റ്റസ് ഇട്ട് കഴിഞ്ഞാൽ ബോഡി പെയിൻ പോകും, വേപ്പല ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് വരത്തില്ല. ഇത് ഒന്നിച്ചിട്ട് തിളപ്പിച്ച് വെള്ളം കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിരുന്നു. അതാണ് ഇവിടുത്തെ ലോക്കൽ ട്രീറ്റ്മെന്റ്. ആ നിൽക്കുന്ന ചന്ദനമാണ്, അത് റെഡ് സാൻഡിൽ. സോറി, ഇത് റെഡ് സാൻഡിൽ ചെറുത്. ആ നിൽക്കുന്നത് വൈറ്റ് സാൻഡിൽ. ഇത് പ്ലാന്റ് ആണോ? ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ഇത് നമ്മൾ ചിക്കൻ ബോക്സ്മാർക്ക് ഡാർക്ക് സർക്കിളൊക്കെ യൂസ് ചെയ്യും. അത് പൂജ പ്രൊഫഷനും പെർഫ്യൂംസിലൊക്കെ യൂസ് ചെയ്യും. വൈറ്റ് സാൻഡിൽ നമ്മൾ പെർഫ്യൂംസിന് അതാണോ? ആ മോനെ, ചെറി അറിയാമോ? ചെറി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഈ ചെറി ഇല്ല, കഴിച്ചിട്ടുണ്ട്. ഇത് വേറെ കഴിച്ചാൽ ഇതിലൊരു ടേസ്റ്റ് എനിക്ക് പിന്നെ എടുത്തോണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അത് വേറെ ടേസ്റ്റ് അല്ലേ? കറിയണോ? സ്പാനിഷ് ചെറി എന്ന് പറയും. മേടിച്ചോ. എൻ്റെ കൊച്ചിത് കഴിക്കും, ഞാൻ കഴിക്കില്ല. രണ്ട് വലിയ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കതിനെ ടേസ്റ്റുള്ളത് പ്രത്യേക രുചി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ഇല്ലായിരിക്കും. ഇതെന്താ പോലെ നമ്മുടെ കേരളത്തിൽ കണ്ടുപിടിച്ചൊരു സംഭവം. അതുപോലെ സാറിന് നാച്ചുറലായിട്ട് ഡൈ ഉണ്ടാക്കാൻ അറിയോ? നമ്മുടെ ഈ നമ്മുടെ സാധാരണ മൈലാഞ്ചി, മൈലാഞ്ചി, നെല്ലിക്കാപ്പൊടി, നെല്ലിക്കാപ്പൊടിയൊക്കെ എടുത്തില്ല. അതിൽ എളുപ്പം ഒരു പരിപാടിയുണ്ട്. ഈ മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ട് അരച്ചിട്ട് ഒരു സ്റ്റീൽ ബൗളിൽ വെച്ചിട്ട് അതിനകത്തോടെ ലെമൺ കട്ട് ചെയ്ത് ജ്യൂസ് ഒഴിക്കുക. ലെമൺ സിട്രിക് ആസിഡ് അല്ലേ, കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ട് വെച്ച് ഒരു നൈറ്റ് ഫുള്ള് വെക്കണം. പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡായി പോകും. ഒരു ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഡൈ ഉണ്ടാക്കാം. അതിൽ പിള്ളേർക്ക് വേണ്ടി ഞാൻ വരുന്ന പറയുന്നത്, ഒരിക്കലും ഇനി ഷാമ്പു യൂസ് ചെയ്യില്ല. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചെറുപ്പത്തിൽ നരച്ചു പോകും. കാരണം അതിനകത്ത് കെമിക്കൽ കാണും. കെമിക്കൽ ഇല്ലാത്ത യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ചെമ്പരത്തി തരത്തില്ല, ചെമ്പരത്തി, അതിൻ്റെ ഫ്ലവർ ഞങ്ങൾ ഷാമ്പു കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലീഫ് എടുത്തിട്ട് മിക്സിയിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിച്ചാൽ ഷാമ്പു റെഡിയായി. അത് പണ്ടത്തെ താളി. അത് ക്ലീൻ ചെയ്ത് മുടിയിലേക്ക് തൂത്താൽ 3 പ്രാവശ്യം കൊണ്ട് ഡാൻഡ്രഫ് പോവും, മുടി സിൽക്കി ആവും, കണ്ടീഷൻ ആവും. ഷാമ്പു പ്ലസ് കണ്ടീഷണർ 7 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുടിയുടെ മേളിൽ ഒന്നും ഇരിക്കത്തില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, വെളിയിൽ നിന്ന് മേടിക്കരുത്. ഓക്കെ. ചെമ്പരത്തിയാണല്ലോ ഇപ്പൊ ഇല്ലാത്തത്. ചെമ്പരത്തി ഇല്ല ഞങ്ങളുടെ ഏത് വേണമല്ലോ ആകാം. മുളയറിയോ? ബാമ്പു അറിയാം. ബാമ്പു ഗ്രാസ് ആണോ ട്രീ ആണോ അറിയോ? ബാമ്പു ട്രീ. ബാമ്പു ഒരിക്കലും ട്രീ അല്ല, ഗ്രാസ്. ഏറ്റവും വലിയ ഗ്രാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാമ്പുവാണ്. അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 45 to 50 വർഷം. ഒറ്റ പ്രാവശ്യം പൂ ഇട്ടിട്ട് അതങ്ങ് ഡെഡ് ആവുക. ആ സമയത്താണ് ബാമ്പു റൈസ് വരും, മുളയരി. അതാണ് പണ്ടുള്ള ആൾക്കാരുടെ പവർ. മുളയരി പായസം, മുളയരി കഞ്ഞി. അതൊരു മുളയെന്ന് ഒരു പ്രാവശ്യം വരത്തുള്ളൂ, ഒറ്റ പ്രാവശ്യം ഡെഡായി. ഇതുണ്ടോ വന്നിരിക്കുന്നുണ്ട്, ഇതില്ല, അതിലത് തീരുവ. അപ്പോൾ അത് ഇത്രയും പ്രായമായ പ്ലാന്റ് ആണോ? ഇത് 45 to 50 വർഷമുണ്ട്. അത് ശരി, തീർന്നു. ഇത് ആ നിൽക്കുന്നതാണ് ശതാവരി അല്ലെങ്കിൽ അസ്പരാഗസ്. അതിന് ആയുർവേദത്തിൽ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ലേഡീസിനാണ്. ലേഡീസിന് ഹോർമോണിക് ഇൻബാലൻസിൽ വരുന്ന ഇഷ്യൂസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ലെമൺ ഗ്രാസ്. നല്ല സ്മെല്ലായിരിക്കും അല്ലേ ഇതിന്? തൈലത്തിൻ്റെ എന്തിനാ കറിക്കാത്തില്ല?
അത് വലിയ ക്വസ്റ്റ്യനായിപ്പോ അല്ലേ? അതൊരു ഭയങ്കര ചോദ്യം. കേരള വിഷാംശം പിടിച്ചെടുക്കാൻ ഞാൻ ഇത്ര പറഞ്ഞപ്പോ എന്തേലും ഒന്ന് ഇങ്ങോട്ടും കിട്ടണ്ടേ എനിക്ക്? വിഷാംശം പിടിച്ചെടുക്കാൻ അങ്ങനെ ഉണ്ടല്ലേ കറിക്കകത്തോടെ വിഷയിരിക്കുന്നു. കറി നമ്മൾ ചെയ്യാം മോനെ. പച്ചക്കറിക്ക് അതിന് മഞ്ഞളിട്ടാ മതി. മഞ്ഞള് ശരി, മഞ്ഞളായിരുന്നു. കറിവേപ്പില എന്താ കേരളത്തിൽ ഒരു എക്സാമ്പിൾ പറയും. ഞാൻ സാറുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയാല് ഇനി ഒരാളെ പറയും ലാസ്റ്റ് നിന്നെ കറിവേപ്പില പോലെ കളയെന്ന് പറയും. ശരിയല്ലേ? കേരളത്തിലെ പഴമൊഴിക്കകത്ത് എല്ലാ അർത്ഥങ്ങളുള്ള, കാരണം കറിവേപ്പിലക്കകത്ത് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറിയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ കാൽസ്യം ഫുള്ള് കറി എടുക്കും. ആ ടൈമിൽ LDL അവിടെയുള്ള ബാഡ് കൊളസ്ട്രോൾ കറിവേപ്പില എടുത്തുകൊണ്ട് വരും. അതുകൊണ്ടാണ് എടുത്ത് കളയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കറക്റ്റ് അല്ലേ? പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കറക്റ്റാണ്. അതുപോലെ നമ്മൾ ചെറിയൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഈ വെറ്റല മുറുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അത് വെറ്റല എങ്ങനെ എടുത്തിട്ട് ബാക്ക് സൈഡിലല്ലേ ചുണ്ണാമ്പ് പോകുന്നത്? അതെന്തുകൊണ്ടാണ് ഫ്രണ്ടിൽ തൂക്കാതെ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ അത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എട്ടുകാലി അതുപോലെ സ്പൈഡർ ബട്ടർഫ്ലൈ ഇങ്ങനെയുള്ള സാധനങ്ങൾ മുട്ടയിടുന്നത് ഇലയുടെ അടിയിലായിരിക്കും. മണ്ടയിലിട്ട് മഴയത്ത് പോകും. അതിനെ കൊല്ലാനും ക്ലീൻ ചെയ്യാനുമാണ് പുറകിൽ ചുണ്ണാമ്പ് വെക്കുന്നത്. അത് പണ്ടുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്നതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. ലെമൺ ഗ്രാസ്, പുൽത്തൈലം ഉണ്ടാക്കുന്ന സാധനം. ഇതാണ് ബ്രഹ്മി. നമ്മുടെ കുടകനാണോ? കുടകൻ. ഇത് ബ്രഹ്മി, ഇത് കുടകൻ. ഇതാണോ കുടകൻ? ഇത് കുടകൻ. അതാ. ഇത് യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും നല്ലതാണ്. ഇത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ എംറ്റി സ്റ്റൊമക്കിൽ ഏറ്റവും നല്ല സാധനമാണ്. ബ്രഹ്മി യൂസ് ചെയ്യുന്ന മെമ്മറി പവറിനും കോൺസെൻട്രേഷനും ഹൈ പവറിലൊക്കെ വരും. ഇത് ഈ ചെടി ഈ അല്ല. ഈ നിൽക്കുന്നതാണ് റോസ്മേരി. കേട്ടിട്ടുണ്ടോ? റോസ്മേരി വാട്ടർ പുതിയ ഐറ്റം ആണല്ലോ. റോസ്മേരി ഏറ്റവും നല്ല ഹെയർ ഗ്രോത്ത് ഏറ്റവും നല്ല. വീട്ടിലുണ്ടോ? ഇല്ല. അതിന്റെ ഇത് കൊണ്ടുവന്നായിരുന്നു ഒരു പെങ്ങള് വന്നപ്പോ മുടിക്ക് വേണ്ടി അല്ലേ? ചെറിയ ഡെമോ ഉണ്ട് ഇടുക്കി ഡാമിന്റെ. പക്ഷേ ഇത് ഒരു ഡെമോ ഞങ്ങൾ ചെയ്ത് ആ താഴെ പോയെങ്കിൽ അതിന്റെ കറക്റ്റ് കിട്ടത്തുള്ളൂ ലുക്ക്. ഇങ്ങനെയാണോ? മറ്റേ ഷേപ്പിലാണോ? ആ ഷേപ്പിൽ എൻ്റെ ഹില്ലിൽ കുറേതും കുറച്ച് ഈ ഹില്ലിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് ചെയ്യും. രണ്ട് മലയല്ലേ? കുറവും കുറത്തി മല. അവിടെ ചെന്നെങ്കിൽ അതിൻ്റെ ഒരു ഈ നിൽക്കുന്ന മഞ്ഞൾ എൻ്റെ ആൾക്കാർ അറിയോ? മഞ്ഞൾ ഒരു ടൈപ്പ് നമുക്കുണ്ട്. ഇതാ ഈ നിൽക്കുന്ന മഞ്ഞക്കൂവ. ഈ നിൽക്കുന്നത് നമ്മൾ നോർമലി കഴിക്കുന്ന മഞ്ഞൾ. ഈ നിൽക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ. എല്ലാ മഞ്ഞൾ തന്നെ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്നത് മഞ്ഞക്കൂവയാണ്. ഞങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഇങ്ങത്ത് വരുന്നുണ്ട്. പക്ഷെ ഇത് എടുത്തിട്ടില്ല. അതെങ്ങനെ ചെക്ക് ചെയ്യും? ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. കസ്തൂരി മഞ്ഞൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ഈ സൈസേ കിട്ടത്തുള്ളൂ. ഇത്രയും വലിപ്പം വെക്കത്തില്ല. ചെക്ക് ചെയ്തോണം കൂവയാണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും വലുപ്പം ഇത് അല്ലെങ്കിൽ ഈ സൈസ് മാക്സിമം വരുള്ളൂ. പിന്നെ ലൈറ്റ് ഐബറി കളറായിരിക്കും, യെല്ലോ കളറല്ല, വൈറ്റും യെല്ലോയും മിക്സിങ് കളർ. സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ അത് കറക്റ്റ് കസ്തൂരിയുടെ സ്മെല്ല് വരും. കസ്തൂരി മഞ്ഞളുടെ ഉപയോഗം അൺവാണ്ടഡ് ഹെയർ റിമൂവറാണ്. ചില ലേഡീസിന് ഹോർമോണിക് ഇംബാലൻസിൽ ഫേസിൽ മുടി വന്നാൽ പാലിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ റിമൂവ് ആവും. കസ്തൂരി മഞ്ഞളോ അലോവേരയോ രക്തചന്ദനോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ഡാർക്ക് സർക്കിൾ ആവും. കസ്തൂരി മഞ്ഞൾ ചൂട് പാലിനകത്തിട്ട് കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ടിന് ഏറ്റവും നല്ല സാധനം. നമ്മൾ താഴെ വീണ്ടും നീർക്കിട്ട് വരുവാണെങ്കിലും നല്ല സാധനമാണ് കസ്തൂരി മഞ്ഞൾ. ഒന്നും വേണ്ട പുഴുങ്ങൊന്നും വേണ്ട. ഉണക്കി ഇത് കിട്ടണോ? ചെങ്ങനീർക്കിഴങ്ങ്, ഇത് കരിമഞ്ഞൾ, ഇത് ഇമ്മ്യൂണിറ്റി പവറിനകത്ത് വരുന്ന. ഇത് ചെങ്ങനീർക്കിഴങ്ങ്, ഇത് ഇമ്മ്യൂണിറ്റി പവറിന്റെ മെഡിസിനകത്ത് വരുന്ന. ഇത് ഇഞ്ചി, അത് റെഡ് ഇഞ്ചി. ആ നിൽക്കുന്ന ഏലം കണ്ടുണ്ടല്ലോ. ഏലം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏലത്തേലോ സൂക്ഷിച്ചിറങ്ങേ. വേണ്ട ഇതാ മോനെ ഏലക്ക കിടക്കുന്നുണ്ടോ? ഇത് എത്ര നാൾ കൊണ്ട് പാകമാവും ചേട്ടാ? ഇത് ഒരു പ്ലാന്റ് നട്ടാല് 18 മാസം കഴിയുമ്പോൾ വിളവെടുക്കാൻ പറ്റും. ഏലം ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയുടെ ഫാമിലിയാണ്. അതായത് ജിഞ്ചബറേസിയ ഫാമിലി എന്ന് പറയും. ഏലം, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, കാട്ടിഞ്ചി, കൂവ ഇതെല്ലാവരും ഒരേ ഫാമിലിപ്പെട്ടവരാണ്. പക്ഷെ ഓൾ ജിഞ്ചബറേസിയക്ക് ലൈഫ് ടൈം 1 വർഷമുള്ളൂ. പക്ഷെ ഏലത്തിന് 20 വർഷമുണ്ട് ഒരു ചെടിക്ക്. ഓൾ ജിഞ്ചബറേസിയ മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്നത്, ഏലം മേളിലുണ്ടാകുന്നത്. ഏലത്തിന് 2 ടൈപ്പ് വേരുണ്ട്. ഒന്ന് മണ്ണിലേക്കും പോകും, ഒന്ന് മേളിലും വരും. മേളിൽ വരുന്ന വേരിലാണ് കായ ഉണ്ടാകുന്നത്. ഇത് ഒന്നൊന്നായിട്ട് എടുത്തിട്ട് ഇലക്ട്രിക് മെഷീൻ്റെ അകത്തിട്ട് ഉണക്കുക. 6 കിലോ ഉണക്കിയാൽ 1 കിലോ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, വർഷത്തിൽ 6 പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും. നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 6 പ്രാവശ്യം കിട്ടും, ഇല്ല 5 പ്രാവശ്യമെങ്കിലും വിളവെടുക്കാൻ പറ്റും. ഇതിൻ്റെ ജന്മദേശം ഇടുക്കി വണ്ടൻമേട് എന്ന് പറയും. ഇവിടുന്ന് 2ാമത്തെ വില്ലേജ്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഏലം ഉണ്ടാകുന്നത്. എങ്ങനെയുണ്ട് പിള്ളേർക്ക് ഇവിടെ വന്നിട്ട്? അടിപൊളിയാണോ? നല്ലതായിട്ട് തോന്നുന്നുണ്ടോ?
പക്ഷെ ഇപ്പോഴാണ് സാർ ഇവിടെ ഇത്രയും ചൂട്. ആണോ? ഈ വർഷം ഇച്ചിരി ചൂട് കൂടുതല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ല ചൂടായിരിക്കും. ഭയങ്കര ചൂടാ. ഞങ്ങൾക്ക് എന്നാലും വൈകിട്ട് കമ്പിളി വേണം കിടക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇതിന്റെ സ്വഭാവം എല്ലാം മാറും, തണുപ്പ്. അതിനകത്തൊരു 450 കിലോ കപ്പാസിറ്റി ഉണ്ട്. ഏലക്ക ഇതിനകത്ത് അവിടെ തടിയുടെ ബ്രിക്സ് ഇടും, കത്തിക്കും. ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യും, എയർ ഹീറ്റ് ഇതിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കും. അത് ഹീറ്റാണ് ഡ്രൈ ആവുന്നത്. ഈ ഏലക്ക മേടിക്കുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് ക്വാളിറ്റി ചോദിക്കില്ല, ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. എല്ലാവരും ഫസ്റ്റ് ക്വാളിറ്റി ചോദിക്കുന്നില്ലേ? ഒരേ ചെടി വരുന്നു, ഒരുപോലെ വളമിടുന്നു, ഒരേ മെഷീൻ ഇട്ട് ഉണങ്ങുന്നു. ഏറ്റവും വലുതിനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന് റേറ്റ് കൂടുതൽ, അതിന് ചേർന്നതിന് റേറ്റ് കുറവ്. അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ക്വാളിറ്റി വ്യത്യാസം വരുമോ? ഒന്നും വരത്തില്ല, എല്ലാം ക്വാളിറ്റി ഒന്ന് തന്നെ, സൈസ് വ്യത്യാസമുള്ളൂ. പിന്നെ ഒരുപാട് ഗ്രീൻ കളർ മേടിക്കില്ല, അതിനകത്ത് കളർ ആഡ് ചെയ്യും. ഗ്രീനും യെല്ലോ മിക്സിംഗ് ഉള്ള മേടിക്കില്ല. പിന്നെ അകത്ത് മെച്ചറാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് സീഡ് വരും, അതായിരിക്കും മെച്ചറായിട്ടുള്ള കായിട്ട്. ഇത് നെടുകി ഡാമിന്റെ ചെറിയ ഇത് കണ്ടോ ഡാമിന്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെ പറ്റൂല. ഇതിപ്പോ എങ്ങനെ ഇറങ്ങും? ഇവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കല്ലേ വെച്ചാ. സിൽവർ റോക്ക് ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്ലാന്റാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഇത് മഴക്കാലത്ത് എത്ര നല്ല മഴ പെയ്താലും ആ വെള്ളം താഴോട്ട് വരുമ്പോഴത്തേക്ക് സ്പ്രേ പോലെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ടീ പ്ലാന്റേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ മൂന്നാറൊക്കെ പോയിക്കാണ് ഇതേ ഉള്ളൂ. ഇല അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇല തട്ടിയിട്ട് താഴെ വരുമ്പോൾ സ്പ്രേ പോലെ ആവും. പിന്നെ ഇത് മഴക്കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും, വേനൽക്കാലത്ത് മറ്റു പ്ലാന്റ് സപ്ലൈ ചെയ്യും റൂട്ട് വഴി അടുത്തുള്ള പ്ലാന്റിന്. ശരി. സിൽവറോ ഉപകാരിയ. ഇതാണ് ഇതിന് ഏലക്ക. ഇത് എത്ര നാളുകൊണ്ട് വിളവെടുക്കാൻ പറ്റും നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ? 18 മാസം. അതല്ല ഏട്ടാ, നമ്മൾ ഇപ്പോൾ വർഷത്തിൽ 6 പ്രാവശ്യം എടുക്കാമെന്ന് പറഞ്ഞില്ലേ? ഇത് അങ്ങനല്ല. ഇത് ചില പ്രാവശ്യമാണെങ്കിൽ നമുക്കൊരു 25-30 ദിവസത്തിനുള്ളിൽ എടുക്കാം. ചിലപ്പോൾ 45-50 ദിവസവും ഉണ്ടാക്കാം. അങ്ങനെ ഓരോ സൈസ് മാറി മാറി. അതാണ് ചോദിച്ചത്. ഇപ്പം ഈ കായ് ഇല്ലാത്തടത്തെല്ലാം പറിച്ചാണോ? ഇവിടുത്തെയൊക്കെ പറിച്ചാണോ? അത് പറിച്ചതാണ്. മറ്റൊക്കെ അന്നേരം ഉണ്ടായി വരുന്നത് ഇനി ഉണ്ടായി വരും, അടിയിൽ കയറി വരും. ഇപ്പൊ ഇതിന്റെ സീസൺ അല്ല, ഇതിന് ഏറ്റവും ഓഫ് സീസണാണ് ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത്. സീസൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഇത്ര ഇവിടെ വരെ കാ കാണും. ഇങ്ങനെ വന്നിട്ട് ഇത് നിറഞ്ഞു വീഴും. അത് കാണാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗസ്റ്റുകൾ നവംബർ ഡിസംബർ സമയങ്ങളിൽ, ആ സമയങ്ങളിലാണ് ഇതെല്ലാം കായ ഉണ്ടാകുന്നത്. ഇപ്പൊ കുറവായിരിക്കും. ഇതാണ് സാറ് ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ മരം. റബ്ബർ. ഇത് സ്പൈസ് സിറ്റി, ഇന്ത്യൻ സ്പൈസ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇടുക്കിയ. ഇന്ത്യ റബ്ബർ സിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോട്ടയം. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ റബ്ബർ ഉണ്ടാകുന്ന സ്ഥലമാണ് കോട്ടയം. ഈ നിൽക്കുന്നതാണ് ബ്ലാക്ക് കാർഡമം, കറുത്ത ഏലക്ക. അതുണ്ടായിട്ടുണ്ടോ? അതിപ്പോ പൂവിന്റെ ടൈമാണ്. ഇപ്പൊ ഞാൻ പറയില്ല, എല്ലാ ഓഫ് സീസൺ ടൈമാണ്. ഇത് നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. കദംബ ട്രീ. അതിന്റെ ഫ്രൂട്ട് ഉള്ളതാണോ? അത് ഫ്രൂട്ട് വരും, അത് ഇമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുള്ള അത് അതിലുണ്ട്, ഫ്രൂട്ട്സ് ആയി വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയുടെ വൈറസിന്റെ പോലെ സിമ്പിൾ അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്നോടൊരു ഗസ്റ്റ് ചോദിച്ചാ ഇത് കൊറോണയുടെ വൈറസിന്റെ വല്ല പ്ലാന്റ് ആണെന്ന് ചോദിച്ചത്. ഇത് സൈസ് തന്നെ വരും ഇതിന്റെ ഭാഗമാകുമ്പോ? ഒരു ലിച്ചിയുടെ ഒക്കെ സൈസ് വരും, അത്രേ ഉള്ളൂ. ഇതെല്ലാം വെളി രാജ്യത്തെ ഫ്രൂട്ട്സുകളാണ്. ഇത് അബിയു. ഈ നിൽക്കുന്ന വാദംകൊല്ലി കേട്ടിട്ടുണ്ടോ? വാദംകൊല്ലി കേട്ടിട്ടുണ്ട്. ആ വാദക്കൊടി വേറെ മേഡം. വാദക്കൊടി എന്ന് പറഞ്ഞാൽ വള്ളി പോലെ കയറി. അതില്ല, വാദക്കൊടി എന്ന് പറഞ്ഞാൽ സെയിം ലൈക്ക് കൊടി പോലെ തന്നെ വരും. അതിൻ്റെ ഇലയാണ് പണ്ടുള്ള ഒരു വാദത്തിനെ തിളപ്പിച്ച് പോകും. ഇത് വാദംകൊല്ലി എന്ന് പറയും. ഇതും വെള്ളം തിളപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ശരീരവേദന പോകും. കസ്തൂരി മഞ്ഞളോട് അരച്ച് തേച്ച് കഴിഞ്ഞാൽ നീർക്കിട്ട് വലിയും. ഇതിൻ്റെ ഓയിലാണ് സന്ധിവാദത്തിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന മല്ലി, മറ്റേ ആഫ്രിക്കൻ മല്ലി, ഇത് നമ്മുടെ അവിടെ നിൽപ്പുണ്ട്. പഴുതാരക്കാലി. ഇതുണ്ട് പഴുതാരയുടെ അതേ ഷേപ്പായിരിക്കും. സെന്റിപ്പേഡ് പ്ലാന്റ് തന്നെയാണ്. ഇതുണ്ടോ? ഇത് ഒരേലേത് മാറി പോകുമ്പോൾ കണ്ടതുണ്ട്. ഇത് ചെറിയ ചെറിയ ഇൻസെക്റ്റ് ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിസൺ ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാ വീട്ടിൽ ചെയ്യുന്നത്? ഫസ്റ്റ് മഞ്ഞള്. അത് രണ്ടും മതി. അതെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമല്ലേ. ചെറിയ ചെറിയ എന്തെങ്കിലും ജീവികൾ കടിച്ചു കഴിഞ്ഞാൽ തുളസിയും മഞ്ഞളും കൂടെ അത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിസൺ ന്യൂട്രലൈസ് ചെയ്യും. ഇത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഈ നിൽക്കുന്നതാണ് രമ്പായല. ഇത് ഏത് റൈസിലിട്ടാലും ബസ്മതി റൈസിന്റെ സ്മെല്ല് കിട്ടും. നമുക്ക് വീട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് ബിരിയാണി ഉണ്ടാക്കണേ പറ്റും. സർപ്പഗന്ധി. ഇത് ഈ നിൽക്കുന്നതാണ് ആടലോടകം.
കേട്ടിട്ടുണ്ടോ ആടലോടകം? കേട്ടിട്ടുണ്ട്. ചുമക്കൊക്കെ കയ്പല്ലേ? അതിന് ജന്മദേശം എവിടെയാണെന്നറിയോ? ഇല്ല ഇല്ല. ആടലോടകത്തിൻ്റെ ജന്മദേശം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഇതിന് പറഞ്ഞ പേരെന്താണെന്നറിയോ? ആട് തോടായില്ലേന്ന്. ആട് തിന്നത്തില്ല. ആട് ഇത് കഴിക്കത്തില്ല, ബാക്കിയെല്ലാം കഴിക്കും. ഇത് കഫിന് ഏറ്റവും നല്ല സാധനം. ഇത് വാട്ടി പിഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ടാലും കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമ പോകും. ലെൻസിനകത്ത് ഡ്രൈ കഫൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സാധനമാണ് ആടലോടകം. ഇതാ ഈ ചെടിയാണ് മസാല ചെടി, ഗരം മസാല. സ്മെൽ ചെയ്തേ. സ്ട്രോബെറി പേര നമ്മുടെ കോട്ടയത്തെ വീട്ടിൽ നിൽപ്പുണ്ട്. ജീരകത്തിനാണോ അല്ലേ? പെരുംജീരകത്തിനാണ് അത്. സ്ട്രോബെറി പേരൊക്കെ നിൽക്കുന്നത് കോട്ടയത്തില്ലേ? ആണോ നേരെ? ഈ നിൽക്കുന്നതാണ് നീലാമരി അല്ലെ ഇൻഡിക്കോ പ്ലാന്റ്. ഇതാണ് ഡൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓഹോ. അതെ. ഇത് ഈ നിൽക്കുന്ന കേശവർദ്ധിനി, ഇതാണ് മുടിക്ക് ബ്ലാക്ക് കളർ ഷെയ്ഡ് കൊടുക്കുന്ന സാധനം. ഈ നിൽക്കുന്ന അലോവേര. അപ്പോൾ ഒരു ഹെയർ ഓയിലിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരുമെന്നറിയോ? നെല്ലിക്ക, അലോവേര, ബ്രഹ്മി, കറിവേപ്പില, കരുനെച്ചി, കയ്യൂന്നി, കേശവർദ്ധിനി, റോസ്മേരി, നീലാമരി. ഇത്ര സാധനമാണ് നല്ലൊരു ഹെയർ ഓയിലിനകത്ത് വരുന്നത്. ഹെയർ ഗ്രോത്തിനൊക്കെ വരുന്നത്. ഈ നമ്മുടെ അടുത്ത ചെറുതല്ലേ, ഇതൊക്കെ വലിപ്പമുള്ളതാണല്ലോ. അത് പറഞ്ഞുതരാം. നിങ്ങളുടെ അവിടെ നിൽക്കുന്ന ഇതാണ്. ചെറുതാ. ഇത് റെഡ് അലോവേര. ഇതാണ് ഈറ്റബിൾ അലോവേര. ഇതിന് ഒരു തൈക്ക് 2000 മുതൽ 4000 രൂപ വരെ വിലയുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റെഡ് കളറായിരിക്കും, മറ്റേ യെല്ലോ കളറല്ലേ. അലോവേര വീട്ടിലുണ്ടോ? ചെറുതുണ്ട്. ഇതുണ്ട്. ഒരിക്കലും കത്തി കൊണ്ട് പോയി കട്ട് ചെയ്യില്ലേ. കത്തി കൊണ്ട് ഇരുമ്പ് തൊട്ടാൽ ഇത് പെട്ടെന്ന് ഡെഡ് ആവും, അതിന് ലൈഫ് കിട്ടത്തില്ല. നമ്മൾ കത്തി കൊണ്ടാവും മുറിക്കുന്നത്. കത്തി കൊണ്ട് ഒരിക്കലും മുറിക്കില്ല, കൈ കൊണ്ട് തന്നെ ഒടിച്ചെടുക്കാവും. കൈ കൊണ്ട് ഒടിച്ചെടുത്തിട്ട് കത്തി തുടരുന്നുള്ള അതിൽ. അതുപോലെ പണ്ടുള്ള ആൾക്കാർ വഴക്ക് പറയത്തില്ല, ചെറുനാരകത്തെ കത്തി വെച്ച് വെക്കരുതെന്ന് പറയത്തില്ല. ചെറുനാരകത്തെ കത്തി വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ഉണങ്ങി പോകും. അതുപോലെ ഇതും അതേപോലെ തന്നെ. ഇതിനെ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യാതെ കൈ കൊണ്ട് ഒടിക്കുക. ഇല്ലില്ല, അത് സൈഡിലല്ലേ ഒടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് വേഷന് തൂക്കിയിടണം. അപ്പോൾ സൈഡിൽ എല്ലോ ജെല്ലുണ്ട്, അത് പോകണം. അല്ലെങ്കിൽ ഇച്ചിങ് വരും, ചൊറിച്ചിൽ വരും. അത് കഴിഞ്ഞാൽ അതിനകത്ത് വൈറ്റ് വരും. അത് സ്കിൻ പ്രൊട്ടക്ഷനല്ല, സ്കിന്നിനും അതുപോലെ തന്നെ മുടിക്ക് പറ്റുന്ന സാധനം. അന്ന് ഇനി ഒരു ചെറിയ ഒരെണ്ണം കൂടെ പറയണം. പണ്ട് ചെന്നിനായ അറിയാം, കല്ല് പോലെ വരുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ? ഈ അലോവേര കുറുക്കി 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 കല്ല് പോലെ ആക്കി എടുക്കുന്നതാണ് ചെന്നിനായ. മനസ്സിലായോ? ഇരിക്കുന്ന ഗ്രാമ്പു അത് ഇതുണ്ടോ? ഗ്രാമ്പു ഉണങ്ങണമല്ലോ. അതായത് മരത്തെ കിടന്ന് ഉണങ്ങുമോ? ഇല്ല സാറേ, ഇതിപ്പോ പൂ വിരിഞ്ഞു പോയി. ഇതിപ്പോ ഞങ്ങൾ കുറച്ച് പറിക്കാതെ നിർത്തിയിരിക്കുന്നു, അവിടെ എല്ലാം പറിച്ചു. ഈ ഗ്രാമ്പു എന്ന് പറഞ്ഞൊരു പൂ മൊട്ടല്ലേ, അത് വിരിയുന്നതിന് മുമ്പ് എടുക്കുക. വിരിയുന്നതിന് മുമ്പ് എടുത്ത് വെയിലെത്തിട്ടോണം. ഇതൊരു 5 കിലോ ഉണക്കിയാൽ 1 കിലോ വരുള്ളൂ. ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കണം, ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് തരും. ഇത് ഓവൻ പോലത്തെ മെഷീനിലിട്ട് ഇടിച്ച് ഹീറ്റ് ചെയ്ത് അതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യും. ആ ഓയിലിൻ്റെ പേരാണ് ലൂജിനോൾ. ഒരു ആൽക്കൽ ഓയിലാണ്. ഈ ലോക്കൽ അനസ്തേഷ്യ പല്ലിൻ്റെ മെഡിസിന് വരും. അപ്പം മേടിക്കാൻ തന്നെ ബാക്ക് സൈഡിൽ പ്രസ് ചെയ്ത് നോക്കുക. ഓയിൽ വന്ന ഫസ്റ്റ് ക്വാളിറ്റി, ഓയിലില്ലേ അതും വേസ്റ്റ്. 10 പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ 2 ഗ്രാമ്പ് മതി. സാർ ഈ ഒരെണ്ണം ഫുള്ള് കഴിക്കത്തില്ല, അത്ര പവറായിരിക്കും. കടിച്ചാൽ ഇതിന് മറ്റേ ഉണങ്ങിൻ്റെ അതായത് ഇത് തന്നെയാണോ? ഉണങ്ങിയാലും ഓയിലോ ഇതിന് നല്ല പവറുണ്ട്. ഇപ്പോൾ ഇതാണ് അയ്യപ്പാന. അയ്യപ്പാനാണ് പൈൽസിൻ്റെ മെഡിസിനകത്ത് വരുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ നിൽക്കുന്നതാണ് അത്തി. അത്തി. ഇതല്ലേ നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന സാധനം. ഏതാ പള്ളിയിൽ നമ്മൾ ഇതെല്ലാം കഴിക്കുന്നത് ശരിക്കും. നമ്മൾ കഴിക്കുന്ന അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ സ്പെയിൻ്റെ ചെറിയ അത്തിയാണ്. ഇതും കഴിക്കാൻ പറ്റും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ആ നിൽക്കുന്ന സർവ്വസുഗന്ധി നിങ്ങൾ വീട്ടിലുണ്ടോ? അതുണ്ട്. ഇപ്പോൾ ഉണങ്ങിപ്പോയെന്നോ അല്ലേ? ആണ്ടോ നേരെ അതുകൊണ്ട് അത് പൂത്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ പൂത്തത്. ഞാൻ പറയാം. അതേതാ? സർവ്വസുഗന്ധി തന്നെയാണോ? അതുണ്ടോ? അതെന്താ പൂത്തെന്നറിയോ? ഇതിന്റെ പോളിനേഷൻ അക്വ പോളിനേഷനാ, വാട്ടർ പോളിനേഷനാ, മിസ്റ്റ് വേണം. കാരണം ഇതിന്റെ കായ്ക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഇത് കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലും വയനാട്ടിലും ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ചെടിയും ഉണ്ടാവും, പക്ഷെ കായ്ക്കത്തില്ല. ഇത് ഏലക്ക, കുരുമുളക്, പട്ട, ജാതി, ഗ്രാമ്പു, ഇഞ്ചി എല്ലാത്തിൻ്റെ സ്മെല്ല് ഒന്നിന് വരും. ഈ നിൽക്കുന്നതാണ് മഹോട്ട ദേവ. ഇതാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ ഏറ്റവും നല്ല മെഡിസിനാണ് ഇരിക്കുന്നത്. ഈ നിൽക്കുന്നതാണ് മുള്ളാത്ത. മുള്ളാത്ത ഓരോന്നിനും മെഡിസിൻ എന്ന് കേട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ക്യാൻസർ. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ മെഡിസിൻ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ക്യാൻസറിൻ്റെ ഒരു പ്രിവെൻഷൻ ആയിരിക്കാം. ഇതുവരെയായിട്ടും ആർക്കും വർക്കൗട്ടായി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല.
എന്നാൽ ചില ഗസ്റ്റൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് നല്ലതാണ്, വർക്കൗട്ടായിട്ട്. പക്ഷെ ഞാനിതുവരെ ഇത് ക്യൂർ ആയത് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇത് ഉപയോഗിച്ച് ചികിത്സിക്കാതെ മരിച്ചു പോയ കഥയും കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇത് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നറിയോ? ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എത്ര തരം ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വരാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. വന്നിതുവരെയായിട്ടും എൻ്റെ അറിവില്ല. ചിലപ്പോൾ അറിയാം. അതെ, കാരണം നമ്മൾ ഈ ഫീൽഡിലായത് കാരണം എപ്പോഴും ഓരോ ചെടിയുടെ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഇത് കേട്ടിട്ടില്ല. ഇനി ഇതെന്താ ഇതാണ് രുദ്രാക്ഷമരം. ഈ പൊക്കോളോ? ആ, അത് എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കായ അല്ലേ? രുദ്രാക്ഷം നവംബർ ഡിസംബറിലാണ് കായ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ 1 മുഖം മുതൽ 21 മുഖം വരെ കിട്ടും. പക്ഷേ രുദ്രാക്ഷം ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം അത് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഒരു ബോഡിക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഇതാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്.